പാർട്ടിയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, ഇപ്പോഴും ചില പാർട്ടികളോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന, തങ്ങളോടൊപ്പം തങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് 10, 50, 100 ആളുകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ആളുകളാണ് ഇന്ന് ഇവിടെ വളരെ ചെറുതായി നൽകിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഇതൊരു വിപുലമായ കൺവെൻഷനോ പ്രവർത്തക യോഗമോ ഒന്നുമല്ല. ഇന്ന് പരസ്പരം കാണുക, ഇത് പരസ്യം ചെയ്യേണ്ട എന്ന് ഞാൻ അഡ്വക്കേറ്റ് മനോജിനോട് പറഞ്ഞായിരുന്നു. നമുക്കൊരു കൂടിയാലോചന നടക്കട്ടെ, അതിന് ശേഷമാകാം. പക്ഷേ എന്നായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിലും ഇവിടെ എന്ത് നടക്കുന്നു എന്ന് കൗതുകത്തോടു കൂടി അറിയാനാണ് പത്രമാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് അവരോട് നന്ദി പറയുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ഉണ്ടായിരുന്ന MLA എന്ന നിലക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ചില ചെയ്തികൾക്കെതിരെ, പ്രത്യേകിച്ചും ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ലോബിക്കെതിരെ, ഇവരെല്ലാം കൂടെ കൂട്ടി ഘടിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ പൊതുവായ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യം ഒന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഏകദേശം ആ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ ജനങ്ങൾ തന്നെയാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ. രാഷ്ട്രീയ സാമൂഹിക അവബോധമുള്ള മുഴുവൻ മനുഷ്യർക്കും ഞങ്ങളീ പറഞ്ഞ കാര്യത്തിലും ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും അടിസ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു ജനതയുടെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒക്ടോബർ 6-ാം തീയതി മഞ്ചേരിയിൽ വെച്ച് ഈ ആശയവും ഈ ചിന്താഗതിയുമുള്ള ആളുകൾ ചേർന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു സോഷ്യൽ സംഘടനക്ക് താൽക്കാലികമായി നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. കാരണം ഈ ആശയഗതികൾ ആളുകളോട് സംസാരിക്കണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം എന്ന കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത് കഴിയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഉറ്റുനോക്കുകയായിരുന്നു. മുദ്രാവാക്യം എന്ന് പറഞ്ഞത് 1 അഴിമതിയും 2 സ്വജനപക്ഷപാതവും, അതോടൊപ്പം കൃത്യമായി പറയുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്. നമ്മൾ കൊടുത്ത പരാതികളിൽ ഒന്നിനു പോലും ഇപ്പോഴും തീർപ്പുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറഞ്ഞത് 150 കേസുകൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. എൻ്റെ അടുത്തുനിന്ന് മൊഴിയെടുത്ത IG-യോട് ഞാൻ അന്ന് പറഞ്ഞത്, ഈ 150 കേസിൽ ഒരു 10 പേരെ നിങ്ങൾ വിളിക്കുക റാൻഡമായിട്ട്. നമ്മൾ ആരുടെയും പേര് പറയുന്നില്ല. പോലീസ് റെക്കോർഡിലുണ്ടല്ലോ, FIR ഉണ്ടല്ലോ, കേസുണ്ടല്ലോ. എന്നിട്ട് അവരെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്യുക. ആരാണ് ഇവർക്ക് ഈ സ്വർണം കൊടുത്തത്? എങ്ങനെയാണ് ദുബായിൽ നിന്ന് അത് കൊണ്ടുവന്നത്? എങ്ങനെയാണ് എയർപോർട്ടിൽ ഇറങ്ങിയത്? കസ്റ്റംസിൽ നിന്ന് എങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത്? പുറത്ത് എവിടെ വെച്ചാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത്? എവിടെ വെച്ചാണ് സ്വർണം കണ്ടെടുത്തത്? ഈ സ്വർണം എവിടെ കൊണ്ടുപോയി ഏത് തട്ടാൻ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്താണ് ഒരുക്കിയത്? എത്ര ഗ്രാം സ്വർണമായിരുന്നു ഇവർ കൊണ്ടുവന്നത്? എത്രയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്? ഈ 10-12 കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് വ്യക്തമാകും ഞാൻ ഈ തന്ന പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന്. പത്രക്കാർ കൂടിയുണ്ടല്ലോ. ഈ നിമിഷം വരെ ഇപ്പം 25-ാം തീയതി സമയം 11 മണിയാണ്.
ഈ നിമിഷം വരെ ഒരാളെപ്പോലും വിളിച്ച് ചോദ്യം ചെയ്യാൻ, അന്വേഷിക്കാൻ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായിട്ടില്ല.